2 മണിക്കൂറായാലും ഇത് കഴിഞ്ഞില്ലേ? നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ എന്റെ കഴിവ് മൊത്തം പുറത്തെടുക്കട്ടെ. ആ സാധനം വെടിപ്പായിട്ടുണ്ട്. നിന്നോട് ഇവൻ എന്ത് സാധനം വരക്കാൻ പറഞ്ഞ? ചന്ദ്രൻ. അപ്പൊ ഇതെന്ത് പണ്ടാരാണ് അട്ട വറുത്ത് വെച്ചേക്കണം. എന്റെ പൊന്നോ കൊളോക്കിയ ഇത് സീനൊന്നും റെഡി ആയിക്കോളും. വെറുതെ പറയണേട്ടാടാ, ഇവനന്ന് ജിത്തുവിന്റെ മുതുക തമ്പ് വരച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോ പാമ്പിനെ പോലെ ഇരിക്കണം. എന്ത് കബൂറ് പരിപാടിയാണ് കാണിച്ച. നീ പേടിക്കൊന്നും വേണ്ട, ഇത് വരച്ച് ശരിയാക്കാൻ പറ്റിയ പിള്ളേര് നമ്മളെ കലൂർ സ്റ്റേഡിയത്തിന്റെ പുറകിലുണ്ട്. പിന്നെ ആടാ അവിടെ ഇൻഫെക്റ്റഡ് മങ്സ് എന്ന് പറഞ്ഞ ടാറ്റു സ്റ്റുഡിയോ ഉണ്ട്, നീ നേരെ അങ്ങാട് കിട്ടും. അപ്പൊ എന്റെ പൈസ ആ വരച്ചോളോക്കിട്ട് ഞാൻ പൈസ കൂടി തള്ളിത്തരാം. നാളെ ടാറ്റു പിടിക്കാൻ പോകുമ്പോ എന്നെ വിളി, നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ എനിക്കിനി കാണണ്ട. നീ നാളെ ഇൻഫെക്റ്റഡ് മങ്സിൽ പോകണ്ട. ആ എനിക്ക് പൊക്കുള്ളൊരു സ്റ്റഡ് അടിക്കണം. വെറുതെ വടക്കൊക്കെ തുളച്ചിട്ട് ആര് കാണാനാണ്? നീ വല്ല ടാറ്റു അടിക്കും. ഇൻഫെക്റ്റഡുള്ള പിള്ളേര് വെറുതെ കിടലിനായിട്ട് വരച്ചു തരും. ടാറ്റു ചെയ്യാനുള്ള പ്ലാനിങ് ആണോ? വരച്ചോളോ ഒരു ടാറ്റു ഉണ്ട്, എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് ശരിയാക്കി തന്നെ. അത് ശരിയല്ല, നമുക്ക് ശരിയാക്കാം. ബാക്കി ഞാൻ നാളെ ചെയ്താൽ മതിയോ? എന്തായി എല്ലാം വെടിപ്പായില്ലേ? ഇവിടെ വന്നില്ലെങ്കിൽ പണി പാളിയാണ്. അതല്ലടാ പറഞ്ഞ, ഇവിടുത്തെ പിള്ളേർക്ക് ഒരു വിഷയമാണ്. ഞാൻ വിചാരിച്ചത്ര പൈസ പോലും ആയില്ല. അതല്ലടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ. നിന്നെ കാണാൻ നിക്കണിരുന്നത് നിന്റെ ഇങ്ങിന്റെ പൈസ. താങ്ക്സ് വെച്ചോണ്ടി. സ്റ്റുഡിയോ ഇപ്പൊ ഞാൻ നിന്റെ ചകളടിച്ചാൻ വിളിച്ചാണ്. മേലാ നിന്റെ കഴിവ് ഓർത്തെടുക്കാൻ നിൽക്കരുത്.